ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് സെക്കൻഡ് സെമ്മിലെ എക്സാമാണ് ഗായ്സ്. ഞാനിവിടെ വന്നിട്ട് MSc ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സെമ്മിലെ എക്സാമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളേജിൽ പോകാനൊക്കെ ആയിട്ട് എല്ലാം രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി റെഡിയായി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്നും പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലിരുന്ന് പഠിക്കുന്നതൊക്കെയാണിത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഒന്ന് സെറ്റായിട്ട് പോകണമല്ലോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി സുന്ദരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ തൂക്കി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡും ഒന്നുകൂടെ നോക്കുകയാണ് കേട്ടോ, ഓക്കെ ആണോ, എല്ലാം കമ്മല് മുടിയൊക്കെ സെറ്റാണോ എന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു ഇന്നത്തെ എക്സാം എളുപ്പമാവണേന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നു. അപ്പോൾ അവിടെ ഏതാ ഒരു സുന്ദരി കുട്ടി ഇരിക്കണം, അവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹണി യോഗേർട്ട് എടുത്തു. എക്സാമൊക്കെ അല്ലേ, അതുകൊണ്ടൊന്നും കഴിക്കാണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് 3 കപ്പ് കേക്കൊക്കെ ഒരു ടിന്നിലാക്കി ബാഗിൽ വെച്ചോ, അത് കഴിഞ്ഞ് പോരുമ്പോൾ കഴിച്ചോളാനൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ എനിക്കിതൊക്കെ തന്നുവിടുക ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ കോളേജിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് നോക്കിയപ്പോൾ ഭയങ്കര വെയിൽ, കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്രയും ഭയങ്കര വെയിൽ ഇവിടെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയും, കുറേ നാളിങ്ങനെ മൂടിക്കെട്ടി നിന്നിട്ട് പെട്ടെന്ന് വെയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ബസ്സിലാണെങ്കിൽ ഫുൾ കാലിയായിട്ടിരിക്കുക, ഒറ്റ മനുഷ്യർ പോലും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ച് അങ്ങനെയൊക്കെ പോവായിരുന്നു. കുറേ നേരം ബസ്സിലിരുന്ന് യാത്ര ചെയ്തതിന് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാറുമായിട്ട്. അപ്പോൾ ഇനി കാറിലാണ് കോളേജിലേക്ക് പോകാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ഫ്രണ്ടിനെയും കൂടിയും പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കാറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പരീക്ഷനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നത്? വൺവേർഡിലല്ല ആൻസർ പറയേണ്ടത്, സെന്റൻസിൽ. ഞങ്ങൾ അനാമികയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ബ്ലാഞ്ചസ്റ്റൺ ഷോപ്പിംഗ് സെന്റർ. അപ്പൊ അനാമികനെ കാണിച്ചു തരാം ഗൈസ്. വേഗം എത്താന്ന് വിചാരിച്ചിട്ടായിരുന്നു കാർ എടുത്തത്. പക്ഷെ റോഡ് നിറച്ച് ബ്ലോക്കും സിഗ്നലും ആയിരുന്നു. ഇതെല്ലാം കെട്ടിയിട്ട് വേണം ഇനി കോളേജിൽ എത്താൻ വേണ്ടിയിട്ട്. എല്ലാ ബ്ലോക്കും എല്ലാ സിഗ്നലും എടുത്ത് ലാസ്റ്റ് ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വേഗം തന്നെ അനാമികയുടെ അടുത്ത് എത്താൻ പറ്റും എന്ന് വിചാരിക്കണു. എന്നിട്ട് വേണം അനാമികനെ പിക്ക് ചെയ്ത് നേരെ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. എല്ലാവരും പാർവതിയുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. ഇത് അയർലൻഡിലെ ഡബ്ലിനിലുള്ള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിനാണ്. കുറേ ബ്ലോക്കും കുറേ സിഗ്നലും കിട്ടി കേട്ടോ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ചായിരുന്നു കാർ എടുത്തിരുന്നത്, പക്ഷേ പറ്റിയില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ടൈം ആയതുകൊണ്ടായിരിക്കാം. ഇത് കോളേജിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. മൊത്തം കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ലിമിറ്റ് ഉള്ളത് കാരണം ഇപ്പോൾ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കണം, അതുകൊണ്ട് വേഗം പോവാണ്. ഇത് ക്യാമ്പസ് കിച്ചണാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാറ്. ലാസ്റ്റത്തെ ആ ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം പഠിച്ച കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ ഫേസ് കണ്ട് അങ്ങനെ തോന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ട്. എവിടെ നോക്കി പഠിച്ചു? ആര് പഠിപ്പിച്ചു തന്നു? ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിസ്റ്റ്. ഇത് ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ഇവർ ലാസ്റ്റത്തെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളും ഇനി കുറച്ചുകൂടി ഒന്ന് നോക്കിയിട്ട് നേരെ എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. പഠിച്ചതെല്ലാം എഴുതി പാസ്സാവണം എന്നുള്ള രീതിക്കാണ് കയറി പോകുന്നത്. എങ്ങനെയാവും എന്നറിയില്ല. അങ്ങനെ ഫൈനലി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം തന്നെയായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എഴുതാനൊക്കെ പറ്റി പാസ്സാവും എന്ന് വിചാരിക്കുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പറ്റുന്നില്ല, കരയാം. എക്സാം നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു, പാസ്സാവും. ഇവരും എൻ്റെ കൂടെ പഠിക്കുന്നവരാണ് കേട്ടോ. ഇവർ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. എഴുതാൻ പറ്റിയോ, പാസ്സാവുമോ, എന്നോടും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. കുറച്ച് പേരും കൂടി ഉണ്ട്, അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്.
ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ. നോക്കുമ്പോൾ കുറേ ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേസ്റ്റുകളൊന്നും പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല. എല്ലാം നല്ല പ്രോപ്പറായിട്ട് കെയർ കൊടുത്തിട്ടൊക്കെയാണ്. ഇവിടുത്തെ ആളുകളാണെങ്കിലും ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുക, അവിടെ ഇവിടെയൊക്കെ വൃത്തിയിടാക്കിയിടുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇടാനായിട്ടുള്ള ബോക്സുകളുണ്ട്. ആ ബോക്സിൽ കൊണ്ടുവന്ന് എല്ലാവരും ഇടുകയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ പുറത്തേക്ക് വലിച്ചെറിയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. ഇപ്പോൾ ഇവിടെ 9 മണിയാണ് രാത്രി. പക്ഷെ കണ്ടോ ഫുൾ ലൈറ്റാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈമിൽ 9-9:30 വരെയൊക്കെ ഇതുപോലെ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഫുൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ടൈം ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചൊന്ന് കടയിൽ കയറിയതാണ്. വീണ്ടും ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ബസ്സൊന്ന് മിസ്സായി. അപ്പോൾ അടുത്ത ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ ഇപ്പോൾ 9:30 ആയി, എന്നാലും അത്ര ഇരുട്ടായിട്ടില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ബസ് വന്നു. ബസ്സിൽ കയറി ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. എക്സാം എഴുതാൻ പോയപ്പോൾ കാറിനായിരുന്നു പോയത്. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിനാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാർ എടുത്തത് റെൻറ്റിനായിരുന്നു ഒരു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിലും നല്ലത് ബസ്സിന് പോകുന്നതാണല്ലോ. പിന്നെ കുറേ ബ്ലോക്കും ഉണ്ടാവും ഈ നൈറ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങേണ്ട സമയപ്പോഴത്തേക്കും ഇറങ്ങി നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 10:30-10:45 അപ്പോൾ അതുകൊണ്ടാണ് റോഡിലും ഒന്നും ആരെയും കാണാത്തതും അത്ര തിരക്കൊന്നും ഇല്ലാത്തത് കേട്ടോ. വീട്ടിലെത്തി നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാൻ വന്നിട്ടേ ഫുഡ് കഴിക്കണുള്ളൂ, ഞാൻ വന്നിട്ടേ കിടക്കണുള്ളൂ എന്നും പറഞ്ഞ് ഏതോ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ കപ്പ് കേക്കൊക്കെ എടുത്തന്നില്ല ഒരാൾ. ആ ആളാണ് കേട്ടോ. ഇവളുടെ പേര് അദ്വൈത. ഞങ്ങൾ കുക്കു എന്ന് വിളിക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വന്നു കേട്ടോ. പക്ഷേ ഫുഡിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. നല്ല വിശപ്പും നല്ല ക്ഷീണവും ഉള്ളത് കാരണം പെട്ടെന്ന് കഴിച്ചിട്ട് ഫ്രഷായിട്ട് നേരെ കിടക്കാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് നേരെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.